ഹായ് ഗൈസ്, വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലായ സെൻറ്റർ സിറ്റി, നിങ്ങളുടെ ഹെൽത്ത് പാർട്ട്ണർ. എൻ്റെ പേര് നോസ്. നിങ്ങൾ കാണുന്നത് ANM 13 പാസ് ഫോർ ഷോർ വീഡിയോകൾ NSMൻ്റെ, അതായത് 13 കോമൺ ഡെറിവേറ്റീവ് പരീക്ഷയ്ക്കുള്ള വീഡിയോകൾ ഞങ്ങൾ തയ്യാറാക്കുകയാണ്. ഇതുവരെ ഞങ്ങൾ 1-ാം അധ്യായം മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്, അതായത് ഇക്വിറ്റി ഡെറിവേറ്റീവ്. പുസ്തകത്തിലെ ആദ്യ അധ്യായമായ ഡെറിവേറ്റീവുകളുടെ അടിസ്ഥാനങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അധ്യായം 2-ാമത്തേതാണ്, അതായത് ഇൻഡെക്സ് മനസ്സിലാക്കൽ. ഇന്ന് നമ്മൾ ഇൻഡെക്സ് എന്നത് എന്താണെന്നും ഇൻഡെക്സിന്റെ ഘടന എന്താണെന്നും സംസാരിക്കും. ആദ്യം നമുക്ക് ഇൻഡെക്സ് എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ അധ്യായത്തിൽ നാം എന്തെല്ലാം പഠിക്കാമെന്ന് നോക്കാം. അതിനാൽ ഇൻഡെക്സ് എന്നതും അതിൻ്റെ പ്രാധാന്യവും നമുക്ക് കാണാം. സ്റ്റോക്ക് മാർക്കറ്റിലെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഡെക്സുകളും കാണാം. ഇൻഡെക്സ് മാനേജ്മെൻറ്റും പരിപാലനവും കാണാം. അതിനുശേഷം ഇൻഡെക്സുകളുടെ പ്രയോഗങ്ങളും കാണാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. NSM സീരീസ് T കോമൺ ഡെറിവേറ്റീവ്സ് പരീക്ഷയുടെ പുസ്തകമായ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ 2-ാം അധ്യായം അണ്ടർസ്റ്റാൻഡിംഗ് ദി ഇൻഡെക്സ്. ആദ്യം ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു ഒരു ഇൻഡെക്സ് എന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഇൻഡെക്സ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അളവാണ്, അതായത് ഇതൊരു സൂചികയാണ്. ഇത് സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണിക്കുന്നു. ഇതൊരു സാമ്പത്തിക സൂചികയാണ്. പ്രത്യേകമായ ഒരു മേഖലയിലോ സമ്പദ് വ്യവസ്ഥയിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണിക്കുന്നതും അതാണ്. ഇന്ന് ഹോൾഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഞാൻ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇൻഡെക്സ് എന്നത് ഒരു സെക്യൂരിറ്റികളുടെ പോർട്ട്ഫോളിയോ ആണ്. ഇതൊരു പ്രത്യേക മാർക്കറ്റിനെയോ മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്തെയോ പ്രതിനിധീകരിക്കുന്നു. ഉദാഹരണത്തിന് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റ് എങ്ങനെ പെരുമാറുന്നു എന്ന്, ഏറ്റവും ആദ്യം നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇൻഡെക്സുകളാണ്. നിങ്ങൾ നോക്കും നിഫ്റ്റി എങ്ങനെ പെരുമാറുന്നു, സെൻസെക്സ് എങ്ങനെ നടക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായി ബാങ്കിങ് സെക്ടർ കാണണമെങ്കിൽ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കും. നിങ്ങൾ IT സെക്ടർ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിഫ്റ്റി IT നോക്കും. അതിനാൽ ഇൻഡെക്സ് എന്നത് സമ്പൂർണ്ണ സമ്പദ് വ്യവസ്ഥയെ കാണിക്കുന്നു. കൂടാതെ സെക്യൂരിറ്റികളുടെ ഒരു ഭാഗത്തെയും മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്തെയും അത് കാണിക്കാൻ കഴിയും. ഇന്നത്തെ സമയത്ത് ഞാൻ മാർക്കറ്റ് എങ്ങനെ പെരുമാറുന്നു എന്നറിയാൻ ആഗ്രഹിച്ചാൽ ഈ സമയത്ത് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ നോക്കുന്നത് മാർക്കറ്റ് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇന്നും ഇന്നലെയും താരതമ്യപ്പെടുത്തുമ്പോൾ നിഫ്റ്റി മേലേക്കാണോ താഴേക്കാണോ, ബാങ്ക് നിഫ്റ്റി മേലേക്കാണോ താഴേക്കാണോ, നിഫ്റ്റി ITയിൽ എന്താണ് മൂവ്മെൻറ്റ്. അതിനാൽ ഞാൻ ഇൻഡെക്സ് നോക്കുമ്പോൾ തന്നെ ഞാൻ വിലയിരുത്താൻ കഴിയും ഇൻഡെക്സ് എങ്ങനെ പെരുമാറുന്നു, സാമ്പത്തികം എങ്ങനെ പെരുമാറുന്നു, സാമ്പത്തികത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നത്. ഇപ്പോൾ നാം സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ പ്രധാനതയെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ, സ്റ്റോക്ക് ഇൻഡെക്സ് എന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മൊത്തം മാർക്കറ്റിൻ്റെയും പ്രത്യേക സെക്ടറിൻ്റെയും പ്രകടനം സൂചിപ്പിക്കുന്നു. അത് ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞതുപോലെയാണ്. നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റി എങ്ങനെ പ്രകടനം കാണിക്കുന്നു, ബാങ്ക് നിഫ്റ്റി എങ്ങനെ പ്രകടനം കാണിക്കുന്നു എന്നത് നിങ്ങൾ ആ ഇൻഡെക്സ് നോക്കി തന്നെ പറയാൻ കഴിയും. മറ്റൊരു പ്രധാനത്വം എന്തെന്നാൽ ഇത് സ്വയം ഒരു ബെഞ്ച്മാർക്കാണ് പോർട്ട്ഫോളിയോകൾക്കായി. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോകളുടെ പ്രകടനം അളക്കാൻ നമ്മളൊരു ഇൻഡെക്സിനെ ബെഞ്ച്മാർക്കായി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ചില മാനേജ് ചെയ്യുന്ന പോർട്ട്ഫോളിയോകളുണ്ട്, ഉദാഹരണത്തിന് PMS, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ. അവയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നാൽ എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറോ അല്ലെങ്കിൽ PMS ഫണ്ട് മാനേജറയുടെ പ്രകടനം വിലയിരുത്താൻ ബെഞ്ച് മാർക്കിംഗ് ചെയ്യുന്നു. ഇവിടെയുള്ള ഇൻഡെക്സുകളാണ് അതിനായി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേതായി ഇവ നമ്മുടെ അണ്ടർലൈങ് ആസറ്റുകളും ആകാം. ഡെറിവേറ്റീവ്സിലേക്ക് വരുമ്പോൾ, അതിനാൽ ഞാൻ ആദ്യ ചാപ്റ്ററിൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അടിസ്ഥാനങ്ങൾ നിങ്ങൾക്ക് വിശദീകരിക്കുമ്പോൾ ഇൻഡെക്സ് ഡെറിവേറ്റീവ്സും ഉണ്ടാകാമെന്ന് പറഞ്ഞിരുന്നു. ഡെറിവേറ്റീവ് എന്നത് എന്താണെന്നാൽ അതിന് സ്വന്തം മൂല്യമില്ലാത്തതും അതിൻ്റെ മൂല്യം മറ്റേതെങ്കിലും അണ്ടർലയിങ് അസറ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. അണ്ടർലയിങ് അസറ്റ് എന്നത് ഗോൾഡ് ആയിരിക്കാം, മറ്റേതെങ്കിലും അസറ്റ് ആയിരിക്കാം, ഇക്വിറ്റി ആകാം. അതുപോലെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലുള്ള ഇൻഡെക്സ് അസറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇവയുടെ ഡെറിവേറ്റീവുകൾ ഉണ്ടാകാം, അതിൽ നാം ട്രേഡ് ചെയ്യാനും കഴിയും. ഇവയാണ് ഇൻഡെക്സസിൻ്റെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ. ഇപ്പം നാം വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡെക്സ്. ഈ രീതിയിൽ കണക്കാക്കുമ്പോൾ ഓരോ സ്റ്റോക്കിലും ഒരു വെയ്റ്റ് നൽകപ്പെടും. അതനുസരിച്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനമാക്കി ഏത് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലാണോ അതിന് കൂടുതൽ വെയ്റ്റ് നൽകപ്പെടും. മറ്റൊരു കാര്യം, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നതിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വിലയും ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറുകളുടെ എണ്ണം, മാർക്കറ്റിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയ ഷെയറുകളുടെ എണ്ണം എന്നിവയാണ്. അതിനാൽ നിങ്ങൾ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വില അതിൻ്റെ ഫ്രീ ഫ്ലോട്ടിംഗ് ഇക്വിറ്റി ഷെയറുകളുടെ എണ്ണത്തിൽ ഗുണിച്ചാൽ ആ പ്രത്യേക കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ ഈ പ്രത്യേക ഇൻഡെക്സിലെ ആ ഷെയറുകൾക്ക് കൂടുതൽ വെയിറ്റേജ് നൽകപ്പെടും. ആ ഷെയറുകൾക്ക്, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലുള്ളവയ്ക്ക്. ഇതിനുശേഷം വരുന്നത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ് ആണ്. നോക്കൂ, ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഫ്രീ ഫ്ലോട്ട് എന്നതാണ്. നോക്കൂ, ഇക്വിറ്റി ഹോൾഡിംഗ് വിഭജിക്കാവുന്നതാണ്. കമ്പനിയിലെ ഇക്വിറ്റിയിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാർക്ക് വ്യത്യസ്ത ഓഹരികൾ ഉണ്ടാകാം.
മറ്റൊരു കാര്യം, മാർക്കറ്റിൽ നിങ്ങൾ കാണുന്ന ഓഹരികളുടെ എണ്ണം സാധാരണയായി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. അവയാണ് മാർക്കറ്റിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയി പൊതുജനങ്ങൾക്ക് ട്രേഡിങ്ങിനായി ലഭ്യമായിരിക്കുന്ന ഓഹരികൾ. സാധാരണയായി പ്രൊമോട്ടർമാരും മറ്റു ഓഹരി ഉടമകളും ചേർന്ന് ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ 51% ഓഹരികൾ വെക്കാറുണ്ട്. സാധാരണയായി ഇങ്ങനെ കാണാറുണ്ട്. അനവധി പേർ വിശ്വസിക്കുന്നത് 49 മുതൽ 49% വരെ ഓഹരികൾ ഫ്രീ ഫ്ലോട്ടായി വിടുന്നു എന്നാണ്. മാർക്കറ്റിൽ ഇതൊരു പൊതുവായ പ്രവണതയാണ് മാർക്കറ്റിൽ ഫ്രീ ഫ്ലോട്ടായി വിടുന്നത്. നാം ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ ഓരോ സെക്യൂരിറ്റിയുടെയും വെയിറ്റ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ അടിസ്ഥാനമാക്കി നിശ്ചയിക്കുന്നു. അതായത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ അടിസ്ഥാനമാക്കി നാം സെക്യൂരിറ്റികൾക്ക് വെയിറ്റ് നൽകുകയും അതിനെ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെ നാം ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തേത് പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ് ആണ്. നോക്കാം, പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ് എന്താണ് എന്ന് മനസ്സിലാക്കാം. ഇതിൽ സ്റ്റോക്ക് ഇൻഡെക്സ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നോക്കൂ. ഈ തരത്തിലുള്ള ഇൻഡെക്സിൽ നമ്മൾ ഓർമ്മ വെക്കേണ്ട ഒരു മാത്രം ലൈനുണ്ട്. ഉയർന്ന വിലയുള്ള സ്റ്റോക്കിന് കൂടുതൽ വെയിറ്റേജ് നൽകും. അതായത് മാർക്കറ്റ് വിലയിൽ കൂടുതൽ വിലയുള്ള സ്റ്റോക്കിന് കൂടുതൽ വെയിറ്റേജ് നൽകും ഈ പ്രത്യേക ഇൻഡെക്സിൽ. അതിനാൽ പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സിൽ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഉയർന്ന വിലയുള്ള സ്റ്റോക്കുകൾക്ക് കൂടുതൽ വെയിറ്റ് നൽകും. അതിനാൽ അവയ്ക്ക് ഇൻഡെക്സ് പ്രകടനത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടാകും. അതായത് ഇൻഡെക്സ് പ്രകടനത്തിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഉയർന്ന സ്റ്റോക്ക് വിലയുള്ളവരാണ്. അതിനാൽ ഈ പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സിൽ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത് ഇതാണ്. നാലാമത്തത് ഈ ഈക്വൽ വെയ്റ്റഡ് ഇൻഡെക്സ് ആണ്. ഇപ്പോൾ നോക്കൂ, പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഈക്വൽ വെയ്റ്റഡ് ഇൻഡെക്സ് എന്നത്, അതായത് യാതൊരു വ്യത്യാസവുമില്ല, ആ കമ്പനി ലാർജ് ക്യാപ്പ് ആണോ സ്മോൾ ക്യാപ്പ് ആണോ എന്നതൊന്നും നോക്കാതെ എല്ലാവർക്കും സമാനമായ വെയിറ്റ് നൽകുന്നു ഈ പ്രത്യേക ഇൻഡെക്സിൽ. അതിനാൽ ഒരു ഈക്വൽ വെയ്റ്റഡ് ഇൻഡെക്സ് ഉണ്ടാകുമ്പോൾ എല്ലാ കമ്പനികൾക്കും സമാനമായ വെയിറ്റ് നൽകപ്പെടുന്നു. ഇൻഡെക്സിന്റെ മൂല്യം എങ്ങനെ കണക്കാക്കുന്നു എന്നത് ഓരോ സ്റ്റോക്കിന്റെയും വില കൂട്ടി ആ ഇൻഡെക്സിലുള്ള മൊത്തം സ്റ്റോക്കുകളുടെ എണ്ണത്തിൽ വിഭജിച്ചാണ്. അങ്ങനെ ആ രീതിയിൽ നാം ഇക്വിറ്റി വെയ്റ്റഡ്, അതായത് ഈക്വൽ വെയ്റ്റഡ് ഇൻഡെക്സ് ആ രീതിയിൽ കണക്കാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു നല്ല ഇൻഡെക്സ് എങ്ങനെ ഇരിക്കണമെന്നത്. ഒരു നല്ല ഇൻഡെക്സ് എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ കാണാം, അതിന് മാർക്കറ്റ് ബിഹേവിയർ പ്രതിഫലിപ്പിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ഇൻഡെക്സ് മാർക്കറ്റിന്റെ പെരുമാറ്റം കാണിക്കണം. ഉദാഹരണത്തിന് നിഫ്റ്റിയിൽ 50 സ്റ്റോക്കുകളുണ്ട്. നിങ്ങൾക്ക് നിഫ്റ്റി നോക്കി മാത്രം ഇന്നത്തെ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയും. നിഫ്റ്റിയിൽ അടിസ്ഥാനപരമായി ടോപ്പ് കമ്പനികൾ വരുന്നു. വിവിധ സെക്ടറുകളിൽ നിന്നുള്ള മികച്ച കമ്പനികളെ എടുത്താണ് നിഫ്റ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതിനാൽ നിഫ്റ്റിയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, ഉദാഹരണത്തിന് ഇന്നലേക്കാൾ ഇന്ന് നിഫ്റ്റി 1% ഉയർന്നോ അല്ലെങ്കിൽ 1% താഴെയോ ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇന്ന് മുഴുവൻ മാർക്കറ്റിന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന്. അതിനാൽ ഒരു നല്ല ഇൻഡെക്സ് അങ്ങനെയായിരിക്കണം, അതായത് അത് മുഴുവൻ മാർക്കറ്റിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, അത് ഒരു സ്വതന്ത്ര മൂന്നാം കക്ഷി ഫ്രീ മാർക്കറ്റ് പങ്കാളികളുടെ സ്വാധീനമില്ലാതെ കണക്കാക്കപ്പെടണം. ഏതെങ്കിലും മാർക്കറ്റ് പങ്കാളിയുടെ സ്വാധീനം ഇൻഡെക്സ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകരുത്. അതിൻ്റെ കണക്കുകൂട്ടൽ അത്ര തന്നെ സ്വതന്ത്രമായിരിക്കണം. അത് മൂന്നാം കക്ഷിയിലൂടെ ആയിരിക്കണം, മാർക്കറ്റ് പങ്കാളികളുടെ മാർക്കറ്റിലൂടെയല്ല. ഏതെങ്കിലും പങ്കാളികൾ തങ്ങളുടെ ഇഷ്ടാനുസരണം ഇൻഡെക്സ് മാറ്റി അതിൽ ചില കാര്യങ്ങൾക്ക് കൂടുതലും ചിലതിനും കുറവുമാണ് നൽകുന്നത് എന്നത് ഉണ്ടാകരുത്. അത് മൂന്നാം കക്ഷിയിലൂടെ ആയിരിക്കണം, അതും പ്രൊഫഷണൽ ആയിരിക്കണം. ഇത് മാനേജ് ചെയ്യാൻ പ്രൊഫഷണൽ ടീം ഉണ്ടായിരിക്കണം എന്ന് കാണപ്പെട്ടിട്ടുണ്ട്. ഇവയാണ് ഒരു നല്ല മാർക്കറ്റ് ഇൻഡെക്സിന്റെ ഗുണങ്ങൾ. ഇനി ഇമ്പാക്റ്റ് കോസ്റ്റ് മനസ്സിലാക്കാം. ഇമ്പാക്റ്റ് കോസ്റ്റ് എന്താണെന്ന് നോക്കൂ. ഒരു ലളിതമായ വരി വായിക്കൂ. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പശ്ചാത്തലത്തിൽ ലിക്വിഡിറ്റി എന്നത് വലിയ ഓർഡറുകൾ വില മാറ്റമുണ്ടാക്കാതെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയാണ്. അതായത് ലിക്വിഡിറ്റി കൂടുതലായിരിക്കണം. ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കെങ്കിൽ വലിയ ഭയം വന്നാൽ ആ സ്റ്റോക്കിന്റെ വില വളരെ വേഗത്തിൽ കയറിയിറങ്ങും. ഞാൻ വലിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങാൻ വന്നാൽ ഞാൻ സ്റ്റോക്ക് വില വളരെ വേഗത്തിൽ ഉയർത്താൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ വളരെ കൂടുതൽ സ്റ്റോക്ക് വിൽക്കാൻ വന്നാൽ വില വേഗത്തിൽ താഴേക്കും പോകും. എൻ്റെ കയ്യിലുള്ള ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഞാൻ വിൽക്കുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ വില താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാകരുത്. മാർക്കറ്റിൽ എന്തുണ്ടാകണമെന്നാൽ ലിക്വിഡിറ്റി അങ്ങനെ ആയിരിക്കണം. വലിയ ഓർഡറുകൾ വിലമാറ്റം കൂടാതെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയണം. അതായത് വലിയ ഓർഡറുകൾ എടുക്കുമ്പോഴും നമ്മുടെ വിലയിൽ വലിയ മാറ്റങ്ങൾ വരരുത്. ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമ്പാക്റ്റ് കോസ്റ്റ് കുറവായിരിക്കണം. അതായത് വലിയ ഓർഡറുകൾ വിലമാറ്റം കൂടാതെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഇനി നാം ഇൻഡെക്സ് മാനേജ്മെന്റ് എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ, ഇൻഡെക്സ് എങ്ങനെ നിർമ്മിക്കണം എന്നതാണ് ഇൻഡെക്സ് കൺസ്ട്രക്ഷൻ എന്നത്. ഇൻഡെക്സ് നിർമ്മിക്കാൻ നിങ്ങൾ ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ് ആണോ എടുക്കുന്നത്? ഈക്വൽ വെയ്റ്റഡ് ഇൻഡെക്സ് ആണോ? ഫ്രീ ഫ്ലോട്ട് ആണോ? ഏത് ഇൻഡെക്സ് ആണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതെല്ലാം ഇതിൽ വരും. അതിനുശേഷം മെയിൻ്റനൻസ് റിവിഷൻ പ്രോസസ്സുകൾ ജനറലിസ്റ്റായി നടത്തും. അതിനായി ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയെ ഹയർ ചെയ്യും. അതിൽ എന്തെല്ലാം ഉണ്ടാവുമെന്നതിൽ ഇൻഡെക്സ് കൺസ്ട്രക്ഷൻ ഉൾപ്പെടും.
ഇൻഡെക്സ് മെയിൻ്റനൻസ് പിന്നെ ഇൻഡെക്സ് റിവിഷൻ. അതായത് ഇൻഡെക്സ് മെയിൻ്റനൻസ്, ഇൻഡെക്സ് റിവിഷൻ എന്നതിൻ്റെ അർത്ഥം എന്തെന്നാൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രൈറ്റീരിയയിൽ നിന്ന് ഒരു കമ്പനി പുറത്തു പോകുകയാണെങ്കിൽ ആ കമ്പനിയെ ഇൻഡെക്സിൽ നിന്ന് നീക്കം ചെയ്യും, മറ്റൊരു കമ്പനിയെ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തും. ഇതിനെയാണ് ഇൻഡെക്സ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇൻഡെക്സ് റിവിഷൻ സാധാരണയായി നടക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇൻഡെക്സ് മാനേജ്മെന്റ് നടത്തുന്നത്. ഇനി നോക്കൂ, ഇന്ത്യയിലെ ചില പ്രധാന ഇൻഡെക്സുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവയാണ് ഇന്ത്യയിലെ ചില പ്രശസ്തമായ ഇക്വിറ്റി ഇൻഡെക്സുകൾ. BSEയുടെ S&P BSE സെൻസെക്സ്, പിന്നെ BSE സെൻസെക്സ് നെക്സ്റ്റ് 50, പിന്നെ BSEയുടെ 100 വരുന്നു, BSE 200, BSE 500. അതിനുശേഷം നിഫ്റ്റി 50 വരുന്നു, നിഫ്റ്റി നെക്സ്റ്റ്, നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500. അപ്പോൾ നിഫ്റ്റി 50ൽ 50 സ്റ്റോക്കുകളാണുള്ളത്. ഇവയാണ് അടിസ്ഥാനപരമായി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണിക്കുന്നത്. നിഫ്റ്റി നെക്സ്റ്റ് 50ൽ അടുത്ത 50 കമ്പനികൾ വരുന്നു. ടോപ്പ് 100 കമ്പനികൾ നിഫ്റ്റി 100ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഇൻഡെക്സുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയായിരുന്നു ഇന്ത്യയിലെ പ്രധാന ഇൻഡെക്സുകൾ. ഇപ്പോൾ നമുക്ക് ഇൻഡെക്സുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസാരിക്കാം. നാം ഈ ഇൻഡെക്സുകൾ എവിടെയെല്ലാം ഉപയോഗിക്കാം എന്ന് നോക്കാം. ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളാണ് ഇൻഡെക്സുകളുടെ ആദ്യവും പ്രധാനമായും ഉപയോഗം. അതാണ് ഇൻഡെക്സ് ഫണ്ടുകളിൽ കാണുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾ എന്താണ്? ഈ ഫണ്ടുകളെ അടിസ്ഥാനത്തിൽ ഇവയുടെ ജോലി എന്താണെന്നാൽ ഇൻഡെക്സ് അതുപോലെ തന്നെ പുനരാവൃത്തിയാക്കുക എന്നതാണ്. അതിനാൽ ഇൻഡെക്സ് ഫണ്ടുകൾ, അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഫണ്ട് മാനേജർ ഇൻഡെക്സിലുള്ളതുപോലെ തന്നെ ഒരു പുനരാവൃത്തി ഉണ്ടാക്കും. അതാർത്ഥം ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ നിഫ്റ്റി 50 എന്ന ഫണ്ട് ലോഞ്ച് ചെയ്യാണ്. അതിൻ്റെ പേര് നിഫ്റ്റി ഫണ്ടാണ്. അപ്പോൾ നിഫ്റ്റിയിലുള്ള 50 കമ്പനികളുടെ പ്രൊപ്പോർഷൻ എങ്ങനെയുണ്ടോ അതേ പ്രൊപ്പോർഷനിൽ തന്നെ തൻ്റെ പോർട്ട്ഫോളിയോയിലും അതേ പ്രൊപ്പോർഷൻ നിലനിർത്തും. ട്രാക്കിംഗ് എറർ എന്ന വ്യത്യാസം മാത്രം. അതിനാൽ പറയാനുള്ളത്, അതേ പെർഫോമൻസും അതേപോലെ തന്നെ വരും, അതിലുള്ള പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനും അതേപോലെ ആയിരിക്കും. ഇവയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഫണ്ടുകൾ ഇൻഡെക്സിലുള്ള ഓഹരികൾ എത്ര ശതമാനത്തിലുണ്ടോ അതേ പ്രൊപ്പോർഷനിൽ തന്നെ നിക്ഷേപം നടത്തും. അതിനുശേഷം നമ്മൾ ഇൻഡെക്സ് ഡെറിവേറ്റീവുകളിലേക്ക് വരുന്നു. ഇപ്പോൾ നോക്കൂ, ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡെറിവേറ്റീവ്സ് ആണല്ലോ, കൂടാതെ കോൺട്രാക്റ്റ് മൂല്യവും. ഇവയുടെ മൂല്യം അണ്ടർലൈങ് ആസ്തിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇവിടെ അണ്ടർലൈങ് ആസ്തി എന്നാ? അണ്ടർലൈങ് ആസ്തി എന്നത് ഇൻഡെക്സ് ആണ്. അതിൽ ഇൻഡെക്സ് ഫ്യൂച്ചർ ആകാം, ഇൻഡെക്സ് ഓപ്ഷൻ ആകാം. ഇവിടെ നിങ്ങൾക്ക് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും, ഫ്യൂച്ചേഴ്സിലൂടെയും കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഉപയോഗിച്ചും. അതിനുശേഷം മൂന്നാമതായി വരുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്. ഇവയാണ് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഫണ്ടുകൾ. ഇവയ്ക്ക് ന്യൂട്രൽ ഫണ്ടുകളേക്കാൾ നിരവധി ആനുകൂല്യങ്ങളുണ്ട്. അതിനാൽ ഇവ എക്സ്ചേഞ്ചിൽ വാങ്ങാനും വിൽക്കാനും കഴിയും. നിങ്ങൾക്കിവ എക്സ്ചേഞ്ചിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഇതിൽ ഇൻട്രാഡേ ട്രാൻസാക്ഷനുകളും സാധ്യമാണ്. നിങ്ങളുടെ ഫണ്ട്, ETF-കൾ ആ ബാസ്ക്കറ്റ് ട്രേഡിങ്ങിലും ഉപയോഗിക്കാം, ചെറിയ ഡിനോമിനേഷനിലും കുറഞ്ഞ ട്രാൻസാക്ഷൻ ചെലവിലും. സാധാരണയായി ഇവയുടെ ട്രാൻസാക്ഷൻ ചെലവ് കുറവാണ്, അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട്. അപ്പം ഇൻഡെക്സുകളുടെ 3 ഉപയോഗങ്ങൾ: ഇൻഡെക്സ്, ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ്, നമ്മുടെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ. അതാണ് ഗൈസ് ചാപ്റ്റർ 2-ലുള്ളത്. ഇപ്പോൾ നാം ചില ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം നമ്പർ 1, സ്റ്റേറ്റ് ഫോൾസ്, സിസ്റ്റത്തിൽ ലോ ലിക്വിഡിറ്റിക്ക് ഇമ്പാക്റ്റ് കോസ്റ്റ് ഉണ്ടോ? ഇവിടെ നമ്മൾ കണ്ടത് സിസ്റ്റത്തിലെ ലിക്വിഡിറ്റി കുറവായാൽ ഇമ്പാക്റ്റ് കോസ്റ്റ് കുറവായിരിക്കും എന്നവൻ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് തെറ്റാണ്. സിസ്റ്റത്തിലെ ലിക്വിഡിറ്റി കുറവായാൽ നിങ്ങളുടെ ഇമ്പാക്റ്റ് കോസ്റ്റ് ഉയർന്നിരിക്കും. അതിനാൽ ശരിയായ ഉത്തരം ഫോൾസ് ആണ്. കാരണം ഇമ്പാക്റ്റ് കോസ്റ്റ് കുറവായിരിക്കില്ല. സിസ്റ്റത്തിലെ ലിക്വിഡിറ്റി വളരെ കൂടുതലായിരിക്കുമ്പോൾ, അതായത് വലിയ ട്രേഡുകൾ എളുപ്പത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നതാണ് അർത്ഥം. വിലമാറ്റം വരുത്താതെ രണ്ടാം ചോദ്യത്തിൽ പറയുന്നത്, താഴെ പറയുന്ന ചില ചെലവുകൾ മാർക്കറ്റ് പങ്കാളികൾ നേരിട്ട് നൽകുന്നവയല്ല, പക്ഷേ ലിക്വിഡിറ്റിയുടെ കുറവ് മൂലമാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇമ്പാക്റ്റ് കോസ്റ്റ് എന്നിവ ഉയരുന്നത്. ബ്രോക്കറേജ് പോലുള്ള ചില ചാർജുകൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നു. ഞാൻ ആദ്യ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ലിക്വിഡിറ്റിയുടെ കുറവ് മൂലമാണ് ഇമ്പാക്റ്റ് കോസ്റ്റ് ഉയരുന്നത്. അതിനാൽ ഉത്തരം ബി, ഇമ്പാക്റ്റ് കോസ്റ്റ് ആണ്. ഇത് ചാപ്റ്റർ നമ്പർ 2-ൽ നിന്നുള്ളതാണ്, അതായത് ഇൻഡെക്സ് സംബന്ധിച്ച ഭാഗം. ആശംസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബാക്കി വീഡിയോകൾ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ. നന്ദി ഗൈസ്. ഇതായിരുന്നു ഇക്വിറ്റി ഡെറിവേറ്റീവ് പുസ്തകത്തിലെ 2-ാം അധ്യായം. ഞങ്ങൾ കൂടുതൽ വീഡിയോകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു NISM 13 എക്സാമിന് വേണ്ടി, അതായത് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സിന്റെ പരീക്ഷയ്ക്ക്. അതിനാൽ ഡെറിവേറ്റീവ് എന്ന പുസ്തകത്തിൽ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് എന്ന പുസ്തകത്തിൽ അതിലെ 2-ാം അധ്യായമാണിത്. ഈ വീഡിയോ ആയിരുന്നു ഇത്. വീഡിയോയിൽ തുടർന്നുണ്ടായിരുന്നതിന് വളരെ നന്ദി.